മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടാനിറങ്ങുന്ന UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉപവരണാധികാരിയായ മഞ്ചേശ്വരം തഹസിൽദാർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി ഉപ്പള CH സൗധത്തിൽ നിന്നും പ്രവർത്തകരെ കണ്ട ശേഷം പ്രകടനമായി എത്തിയാണ് UDF സ്ഥാനാർത്ഥിയായ AKM അഷ്റഫ് ഉപവരണാധികാരിയായ മഞ്ചേശ്വരം തഹസിൽദാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. കാൽനടയായി പ്രവർത്തകരും നേതാക്കളും ഓഫീസിലേക്ക് അനുഗമിച്ചിരുന്നു. മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ പത്രികാ സമർപ്പണം ആഘോഷമാക്കിയത്. ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ശ്രമത്തെ UDF മണ്ഡലത്തിലെ വികസനം കൊണ്ട് നേരിട്ടാണ് മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ജനങ്ങളുടെ പിന്തുണയാണ് ഏറ്റവും വലുതെന്നും AKM അഷ്റഫ് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം മഞ്ചേശ്വരത്ത് ജനങ്ങൾക്കിടയിലായിരുന്നു. കെ സുരേന്ദ്രൻ 2021 മത്സരിച്ചതിന് ശേഷം 5 വർഷത്തിന് ശേഷമാണ് ഇവിടെ മത്സരിക്കാൻ വന്നത്. ഇവിടുത്തെ മത്സരം എല്ലാവർക്കും അറിയാം. UDFും BJPയും നേർക്ക് നേർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇടതുപക്ഷം 40,000 വോട്ടുകൾക്ക് പിറകിലാണ്. മഞ്ചേശ്വരത്ത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സ്വതന്ത്രമായി മത്സരിക്കുന്നെങ്കിൽ പോലും അത് മഞ്ചേശ്വരത്തിന്റെ മതേതൃത്വത്തെ തകർത്ത് വർഗീയത പിന്തുണയ്ക്കാൻ വേണ്ടിയുള്ള BJPയുടെ B ടീമായി മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. UDFും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരത്തെ LDF സ്ഥാനാർത്ഥി BJPയുടെ B ടീമാണെന്നും AKM അഷ്റഫ് കുറ്റപ്പെടുത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ അസീസ് മരിക്കെ, കൺവീനർ മഞ്ജുനാഥ ആൾവ, TA മൂസ, J സോമശേഖര, ലക്ഷ്മൺ പ്രഭു, AK ആരിഫ്, സൈഫുള്ള തങ്ങൾ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.